പൂത്തപോൽ ഒരു പൂത്തപോൽ ഒരു മാത്രയിനിയോ. ഞാൻ ഇരഞ്ഞിക്കൽ തറവാട്ടിലെ ഗംഗാധരന്റെ മകൾ അഡ്വക്കേറ്റ് ഉഷ മേനോൻ. ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുമ്പോൾ അത് വിജയം, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തിന്മ. എങ്ങനെയുണ്ട്? മനസ്സിലായില്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. അയ്യോ, പ്രശസ്ത നാടക നടിയാണ് കല്ലറ ദിവ്യപ്രഭ. പക്ഷെ മനസ്സിലായില്ല കേട്ടോ. ഇല്ലല്ലേ? അത് മനസ്സിലാവാത്ത കാര്യം എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞു നാടകം അങ്ങ് നിർത്താൻ പറഞ്ഞു. അതുകൊണ്ട് നാടകം അങ്ങ് നിർത്തി. പിന്നെ അതുകൊണ്ടാണ് എന്റെ മനസ്സിലാവാത്തത്. പിന്നെ ഒരു വിഷയമുണ്ട് കേട്ടോ. ഈ നാടകം നിർത്തിയതിന് ശേഷം എനിക്ക് ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അറിയാതെ നാടകം കയറി അങ്ങ് വരും. ഇപ്പോഴത്തെ ഒരു വിഷയം അതേ ഉള്ളൂ. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. കാവിലമ്മേ തുണയ്ക്കണേ. പ്രാർത്ഥിക്കാൻ ഭയങ്കര പേടിയാ. ഇന്നാളൊരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, കാവിലമ്മേ എന്റെ ഭർത്താവിനൊന്നും ഉണ്ടാവല്ലേ. കാവിലമ്മ കേട്ടത് മാറിപ്പോയി, ഇവിടെ ഒന്നും ഉണ്ടാവില്ലേ, എങ്ങോട്ടെങ്കിലും അങ്ങ് പോണോന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ട് എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല. എവിടെ പോയെന്നാ? ഒരു പെണ്ണാറ്റി ചാറ്റിങ്. ഉറങ്ങമ്മൻ ചാറ്റിങ്, കിടക്കമ്മൻ ചാറ്റിങ്, ഉണ്ണുമ്മൻ ചാറ്റിങ്, എവിടെ പോയാലും ചാറ്റിങ് ചാറ്റിങ് ചാറ്റിങ്. പക്ഷെ ഞാൻ എല്ലാ സ്ത്രീകളെ കണക്ക് കാണിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ വന്നൊരു വിഷയം ഉണ്ടാക്കിയേ ഇല്ല. ഞാനൊരൊറ്റ കാര്യം മാത്രമേ അങ്ങോട്ട് ചെയ്തുള്ളൂ. ഈ ചാറ്റ് ചെയ്ത പെണ്ണിനെ വീട്ടോട്ട് വിളിച്ചു വരുത്തി എന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വിട്ടോളണം എന്റെ സെക്രട്ടറിന്ന്, വിട്ടോളണം എന്റെ സെക്രട്ടറിന്ന്. അങ്ങനെ പോയി. പക്ഷെ ഇപ്പോ അമ്മ താറാവ് കുഞ്ഞു താറാവുകളെ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ എന്റെ മക്കളെ പോറ്റുന്നു. സ്വാഭാവികം. ആരോടും മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധ്യേ, ഈറന്നിലാവിൻ ഹൃദയത്തിൽ നിന്നൊരു പിൻവിളി കേട്ടില്ലേ, മറുമൊഴി മിണ്ടില്ലേ. ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ. എടി ഞാൻ എനിക്കും കൂടെ താടി. നീ ചവച്ചരച്ച് തിന്നണത് ഞാൻ നിങ്ങളെ കണ്ടപ്പോ എന്റെ ദേഷ്യങ്ങളെല്ലാം ഞാൻ കടിച്ചമർത്തിയതാ. സമാധാനമായി. ദേഷ്യം മൊത്തം ഇവള് ചവച്ചരച്ച് തിന്ന്, ഇനി സന്തോഷം മാത്രം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ എന്റെ മക്കളെ അനാഥരാക്കിട്ട് നിങ്ങൾ ഓരോരുത്തരോട് അടിച്ച് ഇറങ്ങിപ്പോയില്ലേ, അങ്ങ് പോ, ഇവിടുന്ന് പോ 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 പോ. പറഞ്ഞാണ് ചാറ്റിങ്ങിന്റെ പ്രശ്നത്തിൽ എന്നെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞില്ലേ. വേറൊരു സംഭവം ഉണ്ട്, അതാണ് മെയിൻ പ്രശ്നം. ഈ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നാടകം കയറി വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്റെ പൊന്നപ്പി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും മാത്രമല്ല 24 മണിക്കൂറും നാടകമാ. ഒന്നും പറയണ്ട. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കാൻ നേരത്ത് സന്തോഷത്തോടു കൂടി ഒന്ന് ദേഹത്ത് കൈവച്ച അപ്പോഴിവിടുന്ന് ചാടി നെടിച്ചിട്ട് പറയും, അല്പസമയം നിങ്ങൾക്കും ഞങ്ങൾക്കും വിട്ട വേണം. എന്നിട്ട് ഇറങ്ങി ഒരൊറ്റ പോക്ക്. ഇറങ്ങിപ്പോയിട്ട് കുറേ കഴിഞ്ഞ് വരും. കഴിഞ്ഞ് വന്നിട്ട് പറയും, അടുത്ത ലൈറ്റ് ഓഫോട് കൂടി നാടകം തീർന്നു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നിറങ്ങും. പിന്നെ കൂർക്കമ്പലിയാണ്. ഒരു ദിവസം പാതിരാത്രി ഉറക്കത്തിന് ഞാൻ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോഴല്ലോ എന്റെ നെഞ്ചത്തിരിക്കുന്നു, വാക്കത്തി കഴുത്തിൽ വെച്ചിരിക്കുന്നു. എന്റെ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങി പോടാ ബ്രിട്ടീഷ് പട്ടിയെന്ന് ചോദിച്ചോൻ പറയുന്നത് കടത്തനാട്ട് മാക്കമാണെന്ന്. ഞാൻ എന്ത് ചെയ്യണം പറ, എന്ത് ചെയ്യണം? എന്നിട്ട് വരണ കേട്ടാ, എനിക്കിത് വേണം പോയിട്ട് 7 മാസമായി രക്ഷ കയറി വന്നിരിക്കുന്നത്. എനിക്ക് വേണം. എല്ലാത്തിനും കാരണം നിന്റെ ചീറ്റിക്കാണ്. എല്ലാത്തിനും കാരണം. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലടി. ചാറ്റിംഗ് ഇല്ല എന്റെ കീപേഡ് സെറ്റ്. ഞാൻ എങ്ങനെ ചാറ്റ് ചെയ്യുന്നതാണ് നീ പറയണത്? ചാറ്റ് ചെയ്യുന്ന എല്ലാത്തിനും ചാറ്റിംഗ് ചെയ്യുന്ന നാണക്കേടാണെന്ന്. എടി എന്റെ പൊന്നെ, ഞാൻ അങ്ങനെ ഒളിച്ചും പാത്തും ചാറ്റിംഗ് ചെയ്യാറില്ല. എനിക്കിത് വേണം. പുതപ്പിനടിയിൽ കിടന്നുള്ള ചാറ്റോട് ചാറ്റ്. ഞാൻ ചോദിച്ച് പുതപ്പിനടിയിൽ എന്തോന്നപ്പോ എടി അത് മിന്നാമിനിങ്ങാണ്, അല്ലാതെ മൊബൈൽ അല്ല. മിന്നാമിനിങ്. ഇനി മുതലൊരു കാര്യം നിങ്ങളൊക്കെ നിർത്തിക്കോണം. എന്താണ്? മിന്നാമിങ്ങിന്റെ ചന്തിക്ക് താഴെയുള്ള ഉമ്മ പങ്ങ് നിർത്തിക്കോണം.
ബാക്കിയുള്ളവൻ പാവപ്പെട്ട ആണുങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചോ പാത്തോ ഇരുന്ന് ഇച്ചിരി ചാറ്റോ എന്തെങ്കിലും ചെയ്താ വിഷയം. ഇവിടെ ഒരാളാണെന്നുണ്ടെങ്കിൽ ലോകം മൊത്തം ആൾക്കാർ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റ് ചെയ്യുന്നു. എന്ത് ധൈര്യത്തോടെയാണ് ചാറ്റ് ചെയ്യണമെന്ന് അറിയാവോ? അങ്ങനെ ചാറ്റ് ചെയ്യുന്ന ആര്? ശ്രീകണ്ഠ സാറ്. അയ്യോ, അത് ചാറ്റ് ഷോ. തമ്മില് നിങ്ങൾ കാണിക്കുന്ന തമ്മിൽ എന്തുവാ? ചീറ്റ് ഷോ. എടി എന്നെ ഒന്ന് വിശ്വസിക്കടി. ഞാൻ നിന്റെ ഒരു കാവൽ പട്ടിയെ പോലെ ഇനി ഞാൻ എന്നൂടെ കാണും. വേണ്ട, കാവൽ പട്ടിയായിട്ട് വേണ്ട. നീ പോയതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ പുതിയൊരു പട്ടിയെ മേടിച്ച് ഇവിടെ കെട്ടി. ലാഭാണോടി? എന്തൊരു ലാഭം? ഉള്ള പൈസക്ക് മൊത്തം പട്ടി തിന്നുന്നു. എന്തൊരു ലാഭം? പിന്നെ തന്റെ ഒരു സ്വഭാവം ഉണ്ട്. പെൺപട്ടികളെ കാണുമ്പോൾ പുറകെ മണപ്പിച്ചൊക്കെ പൊയ്ക്കോളും. എന്റെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോ പോകുന്നൊക്കെ പോ. ഞാൻ കുറച്ച് തെറ്റ് നിന്നോട് ചെയ്തിട്ടുണ്ട്, പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ വേഷം കണ്ടോ, എന്റെ കുറിയെ കണ്ടോ, ഞാൻ ഇത് കണ്ടോ? ഞാനിപ്പോ ദൈവമാർഗത്തിലാണ്. ഞാൻ അമ്പലം പള്ളിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാനാണെങ്കിൽ ഈ പാവങ്ങൾ മൊത്തം കൊണ്ടുപോയി കടലിൽ കൊണ്ടുവന്ന് കഴുകി കളഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പുറത്തല്ല പാവനാശത്താ? തിരുവനന്തപുരത്ത്, തിരുവല്ലത്ത്. പിന്നെ ആലുവ മണപ്പുറത്താ? അല്ലെന്ന്. ഗംഗാ, യമുന, കാവേരി, ഗോദാവരി അല്ല. പിന്നെ എവിടാ? ഗോവയിലെ കടലില്. പാവങ്ങൾ തീർക്കാൻ വേണ്ടി അവൻ ഗോവയെ വിറ്റിലോട്ട് പോണു. അവിടെ പോയി പുതിയ പാവങ്ങൾ ഉണ്ടാക്കിയിട്ട് അവൻ ഇവിടെ വന്നു പറഞ്ഞു പാവങ്ങൾ തീർക്കാൻ പോയിന്ന്. പാവങ്ങൾ തീർക്കാൻ. അത് മാത്രമല്ല, അവിടെ മറ്റേ പെണ്ണുങ്ങളുണ്ടല്ലോ. ഏത് പെണ്ണുങ്ങള്? തെക്കിനി ഇട്ടോണ്ട് നടക്കണ പെണ്ണുങ്ങളെ. തെക്കിനി വള്ളി കണക്കത്ത് ഇതിട്ടോണ്ട് നടക്കൂലേ തെക്കിനി. എടി പൊട്ടി, അത് തെക്കിനി അല്ല ബിക്കിനി. എന്തായാലും നിങ്ങൾ അവളെയൊക്കെ കാണാൻ വേണ്ടിയല്ലേ പോയത്? എന്റെ മക്കൾ വരുമ്പോ പോകുന്ന നോക്ക്. എന്നാ പിന്നെ മക്കളെ വന്നിട്ട് ഞാൻ പോവാം. മക്കളെ കാണണമെന്ന് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഞാൻ നിറപറയായിരുന്നു. ഏതമ്പലത്തിലെ നിറവറ? പിന്നെ 4ാമത്തെ മകൾ സണ്ണിയായിരുന്നു. ഇവിടെയായിരുന്നു. പാതിരാത്രിയാകുമ്പോ എന്റെ സച്ചു ചോദിക്കും അച്ഛനെ കാണണം. 2ാമത്തെ മോൻ വിച്ചു ചോദിക്കും അച്ഛനെ കാണണം. ഞാൻ പറയും ഞായറാഴ്ച ആവട്ടെ, അച്ഛനെ ഞാൻ കാണിച്ചു തരാം. ഞായറാഴ്ച എങ്ങനെ അച്ഛനെ കാണിക്കാൻ പറ്റും? അന്നല്ലേ പള്ളിയിൽ അച്ഛൻ പള്ളിയിൽ വരത്തുള്ളൂ. കൊണ്ടുപോയി കാണിക്കും. ആ സങ്കടം ഞാൻ അങ്ങനെ തീർക്കാൻ. ഇനി എനിക്ക് നിങ്ങളടുത്ത് ഒരു ഒറ്റ വാക്കേ പറയാനുള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം മറന്നാ? അതല്ല, അല്പസമയം നിങ്ങൾക്കും എനിക്കും വിശ്രാം. എന്തൊരു ഗതികേടെന്ന് ആലോചിച്ച് നോക്ക്. എടാ പൊന്നടാ മക്കളെ, എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ. ചാറ്റ് പോയിട്ട് ചായ പോലും മിണ്ടല്ലേ. ചാറ്റിക്കോ, പക്ഷെ ചീറ്റരുത്. മൊത്തം പണിയോ ഞാൻ കിടന്ന് അനുഭവിക്കണ 4 വാക്കും തെറിച്ച് നിൽക്കുക. ഇനി അത് വാക്കെടുക്കുമോ ദൈവമേ? അടുത്തത് ഓഹോ. അപ്പൊ എന്റെ ഊഹ ശരിയായിരുന്നല്ലേ? എന്റെ ഊഹം എന്താന്ന് പറഞ്ഞാൽ ബാക്കി പറയാം. അല്ല, ഈ നാട്ടുകാര് പറയണത് വെറുതെ അല്ലെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നാട്ടുകാർ എന്ത് പറഞ്ഞെന്നാണ്? നിങ്ങൾക്ക് നാണുണ്ടോ മനുഷ്യ? നിങ്ങളുടെ ആദ്യ ഭാര്യ അടിച്ചിറക്കി വിട്ട് അവക്കടെ വീടിന്റെ മുറ്റത്ത് വന്നിങ്ങനെ നിക്കാനായിട്ട്. എന്റെ മക്കളെ കാണാൻ വേണ്ടിട്ട് വന്നേടി ഞാൻ. മക്കളെ കണ്ടെങ്കിൽ ഇവിടെ വന്നെ സ്കൂളിൽ പോയി കണ്ടാ പോരെ? ഇപ്പൊ എന്താ വിഷയം? നിന്റെ വിഷയം എന്തുവാ? നിങ്ങൾക്ക് എന്താ വിഷയമെന്നാ? ഉള്ള കാര്യം സത്യമായിട്ട് പറഞ്ഞോ. നിങ്ങൾ ഇപ്പോഴും അവളായിട്ട് ബന്ധമുള്ളല്ലേ? ഇല്ല. ഇല്ലേ? കള്ളത്തരം പറയരുത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ അവളായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് പെണ്ണിനായിട്ടാ ചാറ്റ് ചെയ്യണത്? എന്താന്ന് എടി അങ്ങനെ ചാറ്റിങ് ഇല്ലടി എനിക്ക്. ചാറ്റിങ് ഇല്ലെന്നാ? കള്ളത്തരം പറയല്ലേ? ഞാൻ ദേ ചേട്ടാ, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങൾ അവളായിട്ട് ബന്ധം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു ഇവിടെ വന്നത് എന്നോട് ഇപ്പൊ പറ. എന്റെ പൊന്നപ്പോ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞേക്കാം, എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, നിങ്ങള് ഓൺലൈനിൽ കാണുന്ന പെണ്ണുങ്ങളെ മൊത്തം ചീറ്റ് ചെയ്യുന്ന കള്ളനാനീ. വെറുതെ എന്റെ മുമ്പിൽ ചോയിറക്കല്ലേ പോലെ ഞാനിത് വേറെയാണേ. തന്നാനെ നാനെ നാനെ നാനേ, തന്നാനെ നാനെ നാനെ നാനേ, ആ തന്നാനെ നാനെ നാനെ നാനേ, ആ തന്നാനെ നാനെ നാനെ നാനേ. എന്റെ അവസ്ഥ മനസ്സിലായ? ഒരാള് സങ്കടം വരുമ്പോൾ ചിരി വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും എല്ലാം നാടകം. അടുത്ത് ഞാൻ ചെന്ന് കയറിക്കൊടുത്ത് കൈകൊട്ടി. ഈ രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ചക്രചോത്തം വലിക്കുകയാണ്. എന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിലായാണ്. അനുഭവിക്കും. എന്റെ അനുഭവം കണ്ടു പഠിക്കും. അതെ, നിങ്ങൾ എന്റെ കൂടെ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോഴേ എന്റെ അച്ഛൻ നിങ്ങളുടെ ഈ കൈമെ പിടിച്ചിട്ട് എന്താ പറഞ്ഞത്? വരുമോനെ, നിന്റെ കയ്യിൽ വിറയിലുണ്ട്, അടുക്കള ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ 2 ഒഴിച്ചു തരാം. എന്നെ കുറിച്ച് എന്താ പറഞ്ഞെന്ന്? എന്നെ കുറിച്ച് നിന്റെ അച്ഛൻ മാത്രമല്ല ഈ നാട്ടുകാർ മൊത്തം പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് കേട്ടില്ല. അതല്ലേ ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ചേട്ടാ, നിങ്ങൾ വേറെ വർത്താനം പറയാൻ
നിൽക്കാൻ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഇപ്പോൾ അവളായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വർത്താനം പറയണത്. എടി ഇല്ലാന്ന് ഞാനും നീ മാത്രമല്ല ചാറ്റ് ചെയ്തിട്ടില്ല, തന്നെ കറഞ്ഞു നമ്മളെ ചാറ്റിംഗ് ഒക്കെ. അതെനിക്കറിയാം. എന്നിട്ട് ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യണ സമയത്തുണ്ടല്ലോ, ഞാൻ 2 ലവ് ഇമോജി ബ്ലും ബ്ലും എന്നും പറഞ്ഞയക്കും. അപ്പൊ ചേട്ടൻ 3 ലവ് ഇമോജി ബ്ലും 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 എന്നും പറഞ്ഞ് ഇങ്ങോട്ട് അയക്കും. അങ്ങ് കഴിഞ്ഞ് ഞാൻ 3 ഉമ്മയുടെ ലവ് ഇമോജി ഒക്കെ ഇട്ട് അങ്ങോട്ട് അയക്കുമ്പോ 5 ഉമ്മയും ലവ് ഇമോജിയും കൂടി ബ്ലും 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 പറഞ്ഞ് ഇങ്ങോട്ട് അയക്കും. അങ്ങനെ നേരം വെളുക്കോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോജി അയച്ചോണ്ടിരുന്നതാ ഞങ്ങള്. അതാ ഞാൻ ഇപ്പം വെറും മോജിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ചേട്ടാ, നിങ്ങൾ അവളായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് പെണ്ണുങ്ങളായിട്ടാ ചാറ്റ് ചെയ്യണത്? ഇതാണ് കുഴപ്പം. നമ്മളിപ്പോ അല്പം സ്വല്പം ഒത്തുപറയും ഇവളെ ചാറ്റ് ചെയ്യും. ഇവള് വിചാരിക്കുന്ന ഇതേപോലെ മറ്റു പെണ്ണുങ്ങളെ നമ്മൾ ചാറ്റ് ചെയ്യുന്നു. പിന്നെ അതിന്റെ പേരിൽ സംശയം അനുഭവം ഉണ്ട്, തലയാട്ടുന്നുണ്ട്. നിങ്ങൾ വേറെ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ ഇനി മക്കളുടെ വീട്ടിൽ നിൽക്കാൻ നിൽക്കണ്ട. നിങ്ങളെള്ള നേരത്തെ എന്റെ കൂടെ വീട്ടിലേക്ക് ഞാൻ വരത്തില്ല. എന്ത് കാര്യമില്ലാന്ന്? ഞാൻ വരത്തില്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ഞാനില്ലേ, നിങ്ങൾ കൊണ്ടുകൂടെ അഗ്നിസാക്ഷിയുടെയും നിറമുറയിലും താലി കെട്ടിയ എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിനെ തൊട്ടാൽ ഇറങ്ങിപ്പൊടി ഇവിടുന്ന്. ചേച്ചി, ആരടി നിന്റെ ചേച്ചി? ദിവ്യപ്രഭേ, ഞാൻ പറയണൊന്ന് കേക്ക്. ഈ നിക്കണ മനുഷ്യരില്ലേ എന്റെ കൂടെ ചാറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾ എന്നെ പറ്റി എന്തുന്നാ പറഞ്ഞെന്നറിയോ? എന്തോ പറഞ്ഞേ? ഞാൻ മോട്ടോർ സൈക്കിളാണെന്ന്, ഇവര് വെറും ലാമ്പിയാണെന്ന്. നിങ്ങൾ വെറും ലാമ്പിയാണെന്ന്. ഞാൻ ലാമ്പി? ഞാൻ ലാമ്പി? പക്ഷേ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അടുത്തൊന്ന് പോകുന്ന എന്നെ കൂടെ കൂടിയ പിന്നെ ഇനി ഈ നിമിഷം വരെ ഒരൊറ്റ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടില്ല. അത് കറക്റ്റാ. സാധാരണ സ്ത്രീകൾ പോകുമ്പോ പുരുഷന്മാർ എവിടെയാണ് നോക്കുന്നത്? സ്ത്രീകളുടെ മുഖത്ത്. പക്ഷെ എന്റെ ചേട്ടൻ സ്ത്രീകളുടെ മുഖത്തല്ല വയറ്റില്, സ്ത്രീകളുടെ വയറ്റില്. അപ്പൊ അത് എനിക്ക് അല്പം സ്വല്പം മനസാക്ഷി ഉള്ളതുകൊണ്ട് ഞാൻ നോക്കണം. എന്തോ മനസാക്ഷി? അവര് വല്ല ആഹാരവും കഴിച്ചോ? അവരെ വയറ് ഒട്ടിക്കിടക്കുവാണോ? അവര് പട്ടിണിയാണോ? അവർക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഇങ്ങനെയൊക്കെ നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. പെണ്ണുങ്ങൾ പട്ടിണി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ പൊരി കൊണ്ട് കിടക്കുക. ഞാൻ അങ്ങോട്ട് നോക്കും, അവർക്കൊക്കെ ഞാൻ പൊരിയെ കൊണ്ടുവന്ന് കൊടുത്ത്. ഏതെങ്കിലും പെണ്ണുങ്ങള് പട്ടിണി കിടക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാണ്. ഞാൻ സത്യം പറഞ്ഞ പെണ്ണുങ്ങളെ പറ്റത്താണ്, പെണ്ണുങ്ങളെ പറ്റത്ത്. എനിക്കും വേണ്ട, എന്റെ മക്കൾക്കും വേണ്ട. യവനാ വിളിച്ചോട്ടിറക്കിപ്പോ, എന്റെ സ്വഭാവം വിളിച്ചോട്ടിറക്കിപ്പോ. അങ്ങനെ പോകാനായി വന്നതല്ല, പോണേലി ഇങ്ങനെ കൊണ്ടേ പോകൂ. താലിയുടെ മുമ്പിൽ അഗ്നിസാക്ഷിയായി എന്നെ കെട്ടിയ എന്റെ ഭർത്താവിനെ എന്നിൽ നിന്നും അടിച്ചമർത്തിക്കൊണ്ട് പോയ നീ പിടിച്ചിറക്കിക്കൊണ്ട് പോടിയവനെ. കുഞ്ഞിക്കാലെ കാണാൻ വേണമല്ലോ, ഇങ്ങനെ ഞാനിപ്പ കൊണ്ടുപോകും. എന്റെ 4 മക്കളെ അനാഥരാക്കിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വിധവയാക്കി എന്നിൽ നിന്നും എന്റെ ഭർത്താവിനെ തട്ടി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അവസാനം ഇങ്ങനെ ആക്കുമ്പോഴേ ഞാൻ നോക്കുവേ 2 പരിപാടിയാണ് ഒരേ സമയം വ്യാധിയിൽ കാണിച്ചത്. ചേച്ചി, ഞാനിങ്ങനെ കൊണ്ടുപോളാം. എനിക്ക് ഒറ്റ കാര്യം മാത്രം. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും വല്ല ബന്ധമുണ്ടാ? ചാറ്റിംഗ് ഉണ്ടാ? എനിക്ക് ബന്ധമില്ല. എനിക്ക് ബന്ധമല്ല. ഇല്ല. അപ്പൊ സത്യ ചേച്ചിനായിട്ട് ബന്ധമില്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് വേറെ ഏതോ പെണ്ണിനായിട്ട് ഭയങ്കര ചാറ്റിംഗ് ആണത്. ഇല്ലെന്ന് സത്യമില്ല. എന്റെ ജീവിതമേ തോന്നി, ചാപ്പിന്റെ ജീവിതം തോന്നി. ഇനി ഇത് പുതിയ അങ്ങനെ ചാറ്റിംഗ് ഇല്ല. ഉണ്ടോ ഇല്ലയോ? വിളിച്ചിറക്കൊണ്ട് പോ. ഇല്ലാന്ന്. ഒരു കാര്യം പറയട്ടെ. എനിക്ക് മറവീര രോഗമുണ്ട്. എന്നിൽ കീപാഡ് സെറ്റാണ് ഇരിക്കാൻ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ കണ്ട? നീ ചാറ്റില്ലേ? ഇല്ല, ചാറ്റില്ല. എനിക്ക് ഒരു പെണ്ണുങ്ങളെ നമ്പരും എനിക്ക് ഓർമ്മയില്ല. വിളിച്ചോണ്ട് പോ. രജനിയുടെ എല്ലാ നമ്പരും ഉണ്ട്. മയ്യനാട് ശശികല 97 46 65 62 60. അതെ, ഇതെന്താ കക്ഷത്ത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അവർക്ക് ഇച്ചിരി ഇക്കിളിയുള്ളത്, അതുകൊണ്ട് അവിടെ ആലപ്പുഴ ചിത്തരഞ്ജൻ 97 46 86 56 62. അയ്യോ, 94 46 27 81 82. തൃക്കുന്നപ്പുഴ ശ്യാമള 70 34 92 43 74. കല്ലറ ശാലിനി എന്റെ അനിയത്തി. ഞങ്ങൾ 2 ജീവിതം ഇത്രയും പെണ്ണുങ്ങളെ ജീവിതം
നിറപറയുടെയും അഗ്നിയുടെയും മുമ്പിൽ താലി കെട്ടിയ ഭർത്താവിന് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ.